ആകർഷകമായ ഓഫറുകൾ നൽകി സാധാരണക്കാരിൽ നിന്നും വീട്ടമ്മമാരിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്ത സംഘത്തിലെ പ്രധാന പ്രതി വടകര പോലീസിന്റെ പിടിയിലായി. മലപ്പുറം കൊണ്ടേട്ടി സ്വദേശി മുസ്തഫയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വടകര മാക്കൂൽ കേന്ദ്രീകരിച്ച റോയൽ ഫർണിച്ചർ എന്ന സ്ഥാപനത്തിന്റെ പേരിലായിരുന്നു ലക്ഷങ്ങളുടെ തട്ടിപ്പ്. സ്ത്രീകളെയും വീട്ടമ്മമാരെയും ലക്ഷ്യമിട്ടായിരുന്നു മുസ്തഫയുടെയും സംഘത്തിന്റെയും തട്ടിപ്പ്. വടകര മാക്കൂൽ കേന്ദ്രീകരിച്ച് റോയൽ ഫർണിച്ചർ എന്ന പേരിൽ ഒരു സ്ഥാപനം തുടങ്ങിയായിരുന്നു തുടക്കം. ആകർഷകമായ ഓഫറുകൾ നിരത്തിയാണ് ഇവർ ആളുകളെ വലയിലാക്കിയത്. മാസം തോറും 1000 രൂപ വീതം 20 മാസം അടയ്ക്കുന്നവർക്ക് വളരെ കുറഞ്ഞ വിലയ്ക്ക് ഫർണിച്ചറുകളോ ഇലക്ട്രോണിക് സാധനങ്ങളോ നൽകുമെന്നായിരുന്നു തട്ടിപ്പുകാരുടെ വാഗ്ദാനം. മാസത്തിൽ കൃത്യമായി പണമടച്ചാൽ വൻ ലാഭത്തിൽ ഫർണിച്ചറുകൾ സ്വന്തമാക്കാമെന്ന് വിശ്വസിപ്പിച്ച് നൂറുകണക്കിന് ആളുകളെയാണ് ഈ പദ്ധതിയിൽ ചേർത്തത്. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും നറുക്കെടുപ്പോ വാഗ്ദാനം ചെയ്ത സമ്മാനങ്ങളോ ലഭിക്കാതായതോടെയാണ് പണമടച്ചവർക്ക് സംശയം തോന്നിയത്. തുടർന്ന് ഇരയായവർ മാക്കൂലിലെ ഓഫീസിലെത്തിയപ്പോഴാണ് തങ്ങൾ വഞ്ചിക്കപ്പെട്ടതായും സ്ഥാപനം പൂട്ടിയതായും മനസ്സിലാക്കുന്നത്. അപ്പോഴേക്കും പ്രതികൾ ലക്ഷക്കണക്കിന് രൂപയുമായി ഒളിവിൽ പോയിരുന്നു. റോയൽ ഫർണിച്ചർ എന്ന കടയുടെ പേര് ആ കുറി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് 20 മാസത്തേക്കാണ് കുറി. ഒരു മാസത്തേക്ക് 1000 രൂപ വെച്ച് കൊടുക്കണം. എന്നിട്ട് നറുക്ക് വന്നാൽ പൈസ വെക്കണ്ട. ഓരോ മാസവും നറുക്കെടുപ്പ് ഉണ്ടാകും. നറുക്കെടുപ്പ് വന്നു കഴിഞ്ഞാൽ പൈസ പിന്നെ അടക്കണ്ട, ഫർണിച്ചർ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഫർണിച്ചർ വേണ്ടാന്ന് നമ്മൾ ഒഴിവാക്കുവാൻ നോക്കിയതാണ്. അപ്പോൾ എ സി വാങ്ങിത്തരാമെന്ന് പറഞ്ഞു. 100ഓളം പരാതികളാണ് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ വടകര പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ വടകര പോലീസ് മലപ്പുറത്തു നിന്നാണ് ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതി മുസ്തഫയെ വലയിലാക്കിയത്. തട്ടിപ്പ് സംഘത്തിൽ മുസ്തഫയ്ക്ക് പുറമെ മറ്റാരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതിനെക്കുറിച്ച് പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. സമാനമായ രീതിയിൽ മലപ്പുറത്തും ഇവർ തട്ടിപ്പ് നടത്തിയതായി പോലീസ് പറയുന്നു. കൈരളി ന്യൂസ്, കോഴിക്കോട്.